ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടി എങ്ങനെ നടും, എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ഫുള്ളായിട്ട് വളർത്തിയെടുക്കാൻ എന്ന് നോക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യമായി വേണ്ടത് നല്ല ഹെൽത്തി ഫുള്ളായിട്ടുള്ള നല്ല കറ്റാർവാഴ ചെടിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയോ എല്ലാം വീട്ടിലുള്ള ഒരു ചെടിയിൽ നിന്നുണ്ടാകുന്ന നല്ല ഹെൽത്തി ഫുള്ളായിട്ടുള്ള ഒരു ചെടിയാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നല്ല ഹെൽത്തി ഫുള്ളായിട്ടുള്ള പ്ലാന്റാണ് എൻ്റെ വാങ്ങുകയല്ല, എൻ്റെ വീട്ടിലെ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് പറിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ എല്ലാം കുറച്ച് വലിപ്പമുള്ളതാണ്, കുറച്ച് വലുതാണ്. അപ്പോൾ അതിന് ഒരു പ്ലാന്റ് പറിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല കടക്ക് നല്ല പറിച്ചെടുക്കുന്നത് നമ്മൾ നമുക്ക് ഇത്ര പോലെ വേരാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് ഇതുകൊണ്ട് ഇത് നടാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു ചട്ടി കൊട്ടി നോക്കിയപ്പോൾ നിറയെ പുറം നിറയെ പുല്ലും ഉള്ളിൽ നിറയെ വേരുമുണ്ട്. ഇതിൽ പയർ നട്ടതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കഷ്ടപ്പെട്ടാങ്കിൽ ഇതൊന്നും മാറ്റിയാലേ പറ്റൂ. പിന്നെ നമുക്ക് ഇതിലോട്ട് വളം യൂസ് ചെയ്യുന്നത് നമ്മുടെ ചാണകം കേട്ടോ. യൂസ് ചെയ്യുന്ന ഉണക്ക ചാണകമല്ലേ, ചാണകപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി നല്ല മിക്സാക്കി എടുക്കണം. ആദ്യം ഇതൊന്ന് ഊരിയെടുത്തോട്ടെ. അപ്പം അങ്ങനെ കുറേ നേരത്തെ പരിശ്രമം കാരണം നമ്മൾ ഏകദേശം അതിന് മുക്കാനെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയെടുത്തേക്കാം നമുക്ക് കേട്ടോ. പയറിൻ്റെ പേരാണ്ട് ഉള്ളതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്നാലും കുറച്ച് മണ്ണ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതെടുത്ത് മാറ്റിയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട് മണ്ണ്. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ജൈവവളം ഇട്ടാൽ മതി കേട്ടോ, ചാണകം തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഇത് ചിലപ്പോൾ ചട്ടിയിലോട്ട് മാറ്റാൻ പോകാൻ കേട്ടോ. നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്, ചട്ടിയിലോട്ട് നടക്കുവാണ് കേട്ടോ. അത് നമ്മൾ ഏകദേശം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ ജസ്റ്റ് നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മുടെ അലോവേറ ചെടി കറ്റാർവാഴ ചെടി നടാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ 2 വിരലിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ചെറിയ കുഴി ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ വലിയ കുഴിയൊക്കെ ഉണ്ടാക്കാം. ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു 2 ചെറിയ കുഴി ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് വലുപ്പമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇനി നമുക്ക് നമ്മുടെ കറ്റാർവാഴ ചെടി വെച്ച് കൊടുക്കാം. വെച്ചെടുക്കുന്ന മുമ്പ് ഇതുപോലെ താഴെ ഭാഗത്തുള്ള ഈ ഇലകൾ ഉണ്ടാവില്ലേ, അതൊന്ന് ഊരിയെടുക്കണം കേട്ടോ. അവന് ഏറ്റവും താഴെ ഭാഗത്തൊരു ഇല ഉണ്ടായിരുന്നു, ജസ്റ്റ് നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഹെൽത്തി ഫുള്ള് ലീവ്സാണ് കേട്ടോ. മെല്ലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എങ്ങനെ നടുമ്പോൾ നമ്മുടെ ഈ ഒരു കൂമ്പില്ലേ അതിൻ്റെ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടോ നമ്മൾ മണ്ണ് ഇടരുത്. ഈ ഒരു ഇതിൽ വേണം നമ്മൾ മണ്ണ് ഇടേണ്ടത് കേട്ടോ. അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ് നമ്മൾ. അധികം വെള്ളം ആവശ്യം വരുന്നില്ല കേട്ടോ. നാട്ടിലുള്ള അധികം വെള്ളം ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളത് ഉള്ളിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഡയറക്റ്റ് വെയിലത്ത് വെക്കുമ്പോൾ നമ്മളത് ഭയങ്കര ചെടിക്കും ഒരു കളർ മാറുകയും ചെടി നട്ടല്ലോ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെയിലെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം വെള്ളം ഇപ്പം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അതൊന്ന് റെഡി ആക്കി എടുത്തിട്ട് അവിടെ വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നട്ടാണ് ഇത് ഞാൻ. അപ്പോൾ ഇത് ഞാൻ വളരെ കുഞ്ഞു ചെടിയാണ് നട്ടത്. ഇപ്പോൾ ഇത്ര പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ നമ്മൾ ഒരു എക്സ്ട്രാ വളം യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് അലോവേറക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വളമാണ്. നമ്മുടെ ടെറസ് പായും ചില വെള്ളങ്ങളെ വാർപ്പിൻ്റെ മേലെ ടെറസിൻ്റെ മേലൊക്കെ നമ്മുടെ വെള്ളം കെട്ടി നിന്ന് ഒരു കറുപ്പ് കളർ പായമായി വരും. അപ്പോൾ അതും ഇതിന് ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് നട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് ചുവട്ടിലിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മണി പ്ലാന്റ് കണ്ടത് ഇത്ര നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറക്കാതെ കമൻറ്റിൽ നിങ്ങളുടെ ഇത് വിവരം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കേ.
ടാറ്റാ ബൈ, സീ യു ഗൈസ്.